10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ അധികാര കസേരയിലേക്ക് തിരിച്ചെത്തിയ UDF സർക്കാരിന്റെ പ്രഥമ നയപ്രഖ്യാപനം 16ാം നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സഭയിൽ അവതരിപ്പിച്ച നയരേഖ സംസ്ഥാനത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടുകളെയും ജനക്ഷേമ പദ്ധതികളെയും കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടികൾ എങ്ങനെ നടപ്പിലാക്കുമെന്നതിന്റെ കൃത്യമായ റോഡ് മാപ്പാണ് ഈ പ്രഖ്യാപനത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വേളയിൽ UDF ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രഖ്യാപനമാണ്. ജൂൺ 15 മുതൽ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീകളുടെ സുരക്ഷിതത്വവും യാത്രാ സൗകര്യവും മുൻനിർത്തി നടപ്പിലാക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതുൾപ്പെടെയുള്ള പദ്ധതികളും ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരം പദ്ധതികളുടെ പ്രായോഗികമായ നടത്തിപ്പും അവയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള മാനദണ്ഡങ്ങളും നയപ്രഖ്യാപനത്തിലൂടെ സർക്കാർ വിശദീകരിക്കും. ആശാ വർക്കർമാരുടെ ദീർഘകാലമായുള്ള ന്യായമായ ആവശ്യങ്ങളെയും അവരുടെ സേവന സാഹചര്യങ്ങളെയും അതീവ ഗൗരവത്തോടെയാണ് പുതിയ സർക്കാർ സമീപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അവരുടെ മാസവേതനത്തിൽ 3000 രൂപയുടെ ഗണ്യമായ വർധനവ് വരുത്താൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സർക്കാർ തീരുമാനമെടുക്കുകയുണ്ടായി. നിലവിൽ 9000 രൂപയായിരുന്ന വേതനം 12000 രൂപയായി ഉയർത്താനുള്ള സർക്കാർ നടപടി കഠിനമായ സാമൂഹിക സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ആശാ വർക്കർമാർക്ക് വലിയൊരു ആശ്വാസവും അവരുടെ അധ്വാനത്തിനുള്ള അംഗീകാരവുമാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഭാവിയിൽ അവരുടെ വേതനം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നും സേവന വേതന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ എത്രയും വേഗത്തിൽ കൈക്കൊള്ളുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാർക്ക് പുറമെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ജീവനക്കാരുടെയും വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രീ പ്രൈമറി അധ്യാപകരുടെയും വേതനം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച സുപ്രധാന നിർദ്ദേശങ്ങളും സർക്കാർ തങ്ങളുടെ നയരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ സേവന മേഖലയിലെ ജീവനക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ഈ നടപടികൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയൊരു ഊർജവും പ്രത്യാശയുമാണ് നൽകുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന മുൻധാരണകൾ ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ സർക്കാരിന്റെ നീക്കങ്ങൾ. നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ സർക്കാർ ഒരു ധവളപത്രം ഇറക്കുമെന്ന് സൂചനയുണ്ട്. വികസന പദ്ധതികൾക്ക് ആവശ്യമായ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതിനെ കുറിച്ചും കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളെക്കുറിച്ചും സർക്കാർ വ്യക്തമായ കാഴ്ചപ്പാട് പുലർത്തുന്നു. മുൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി വിമർശിക്കുന്നതിന് പകരം വികസനത്തിന് ഊന്നൽ നൽകുന്ന ഒരു നിലപാടാണ് സതീശൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളം ഒരു വയോജന സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുടെ വയോജനക്ഷേമ മാതൃകകൾ പഠിച്ചുകൊണ്ട് കേരളത്തിന് അനുയോജ്യമായ പദ്ധതികൾ നടപ്പിലാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇത് വയോജനങ്ങളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വലിയ നാഴികക്കല്ലാകും. ഒരു പതിറ്റാണ്ടിന്റെ ഭരണത്തിന് ശേഷം അധികാരമാറ്റം വന്ന കേരളത്തിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ജനങ്ങൾ പുതിയ സർക്കാരിനെ നോക്കിക്കാണുന്നത്. VD സതീശൻ സർക്കാർ അവതരിപ്പിച്ച ഈ നയപ്രഖ്യാപനം ജനക്ഷേമത്തിനും വികസനത്തിനും മുൻഗണന നൽകുന്ന ഒന്നാണെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ കൃത്യതയോടെയും സുതാര്യമായും നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കും. അഴിമതിയില്ലാത്തതും വികസനോന്മുഖമായ ഒരു ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളീയ സമൂഹം.